വീക്കിൽ വീട്ടിലെത്തുന്ന അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് അവരുടെ മക്കളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടെ ജിൻഡോയുടെ വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയും കൂടിയിട്ടാണ്. ഇതുവരെ അച്ഛന്മാരാരും വന്നിരുന്നില്ല. അവിടെ ജിൻഡോയുടേതാണ് അച്ഛനും അമ്മയും കൂടി വന്നിരുന്നത്. അപ്പൊ അമ്മയ്ക്ക് ജിൻഡോനെ കുറിച്ച് സംസാരിക്കാനുള്ളത് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചു. പക്ഷെ പിന്നീട് അച്ഛനും കൂടി വന്നിരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനും അമ്മയും കൂടിയാണ് ജിൻഡോനെ കുറിച്ച് സംസാരിച്ചിരുന്നത്. പക്ഷേ അവിടെ അച്ഛൻ പുറത്തുള്ളൊരു കാര്യം അവിടെ അകത്ത് പൊട്ടിച്ചിരിക്കുകയാണ്. അത് അവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. പക്ഷെ എല്ലാവരും ചിരിച്ച് കൈകൂട്ടി അവിടെ ഇരുന്നു എന്ന് മാത്രം. അവിടെ അച്ഛൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അവിടെ അനിയനും അനിയത്തിയും ഒക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ തന്നെ കപ്പടിക്കും, ജിൻഡോ തന്നെ കപ്പടിക്കും, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടിലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി പിന്നാലെ വരും, ജിൻഡോന്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, പേടിക്കേണ്ട, ജിൻഡോയ്ക്ക് തന്നെ കപ്പ് എന്ന് എല്ലാവരും പറയും. അതുപോലെ ജിൻഡോന്റെ ഫ്ലക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പുറത്തുനിന്നുള്ള അനിയനും അനിയത്തിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയും, ജിൻഡോ ചേട്ടനെ തന്നെയാണ് കപ്പ്, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ വന്നേനെ എന്നൊക്കെ അച്ഛൻ അവിടെ പറഞ്ഞു. സത്യത്തിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കിയൊരു സംഭവം തന്നെയായിരിക്കണം. പക്ഷെ ബിഗ് ബോസിന് അവിടെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. അവിടെ ബിഗ് ബോസ് അച്ഛനമ്മയ്ക്കും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവന്നിരുത്തിയപ്പോൾ അച്ഛൻ പെട്ടെന്ന് കയറി ഇങ്ങനെ പറയുമെന്ന് ബിഗ് ബോസ് കരുതിയില്ല. പിന്നെ അത്രയും പ്രായമായവരായതുകൊണ്ട് തന്നെ അവരെന്ത് പറയുമെന്ന് ബിഗ് ബോസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ പെട്ടെന്നുണ്ടായ പറച്ചിൽ അവിടെ നിയന്ത്രിക്കാനോ അല്ല അങ്ങനെ പറയാൻ പാടില്ല എന്നോ ബിഗ് ബോസിന് പറയാനും പറ്റിയില്ല. അവിടെ അച്ഛൻക്ക് വളരെ കൃത്യമായിട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജിൻഡോ ആ സമയത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോനെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ജിൻഡോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം എന്തായാലും വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇത്തവണ കപ്പ് ജിൻഡോയ്ക്കുള്ളതാണെന്ന്.